ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച രാവിലെയാണ് ഞങ്ങൾ മുണ്ടയ്ക്കിലോട്ട് പോകാനായിട്ട് എല്ലാവരും കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ശ്രീമോൻ കുറച്ച് നേരം ഫ്രണ്ടിലിരിക്കും, വണ്ടി ഇറക്കുന്നത് വരെ. ഞാൻ കയറി കഴിയുമ്പോൾ എൻ്റെ ഉടങ്ങ് പുറകിലെടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് നെറ്റിയിലെ സിന്ദൂരം ചന്ദനം കണ്ടത്. അപ്പോൾ അത് തൂത്ത് കളയുവാണ്. അപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വൈകുന്നേരം വരെ അത് നെറ്റി തന്നെ കാണും. അത് കണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തൂത്ത് കളയുകയും ചെയ്യും. എൻ്റെ നെറ്റിയിലാണെങ്കിൽ പോലും ഒരു പൊട്ട് പോലും വെക്കാൻ അവർ സമ്മതിക്കാറില്ല. അങ്ങനെ നമ്മളാണെങ്കിൽ അവിടെ നേരെ മുണ്ടയ്ക്കിലോട്ട് എത്തി. ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ഇച്ചിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ, അമ്മ പിരിവിന് പോയിട്ടില്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ നമ്മളെത്തി. ചെന്നപ്പോഴത്തേക്ക് ചേച്ചി ശ്രീമോനെ എന്തൊക്കെയോ കളിയാക്കുകയോ പറയുകയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് പൊടിവാവയെ വെച്ചും കൂടെ താഴെ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നേ. അവിടെ നിന്ന് കളിക്കുക എന്തോ ചെയ്യുമായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നു. അങ്ങനെ ഞങ്ങൾ ഹാളിൽ വന്നിരുന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഉച്ചവരെയുള്ള വ്ളോഗുകളൊന്നും എടുത്തില്ല കേട്ടോ. ഫുഡുകളെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കള്ളനും പോലീസും കളിക്കുകയാണ് എല്ലാവരും കൂടെ. ഞാൻ കൂടിയില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് കൂടിയില്ല കേട്ടോ കളിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്ക് കടപ്പുറത്തോട്ട് ഇറങ്ങി കുറച്ച് സമയം അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കൂടെ വന്നു. പിന്നെ അവരുടെ കുറച്ച് റീൽസൊക്കെ എടുത്തു കൊടുത്തു, ഡാൻസ് കളിക്കുന്നത്. ഞാൻ കളിച്ചില്ല കേട്ടോ, എനിക്കതെന്നുണ്ടെങ്കിൽ കളിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കളിച്ചില്ല. ലച്ചു ആവുന്ന പറഞ്ഞതാണ് കളിക്കാൻ. കല്യാണി ലച്ചും കൂടാണ് കളിച്ചത്. പക്ഷേ ആ ഡാൻസ് പിന്നെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ ഒരുമിച്ച് അന്നേരം കളിച്ചു, പിന്നെ ഞാൻ കളിക്കുമായിരുന്നു ഇത് കേട്ടോ.